ഇതൊരു പുതിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കുറേ വർഷങ്ങളായിട്ട് ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ അരങ്ങേറുന്നത് എന്ന് വിശ്വസിക്കുവാനായിട്ടാണ് എനിക്ക് സാധിക്കുന്നത്. ഗോൾവാക്കർ വിചാരധാരയിൽ കുറിച്ച ആ ഒരു പദ്ധതിയുടെ നടപ്പിലാക്കലാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. വിചാരധാരയിൽ അദ്ദേഹം പറയുന്നത് ആഭ്യന്തര ശത്രുക്കളെന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്ന് കൂട്ടരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകൾ, ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മിഷണറിമാർ, മൂന്നാമത് മുസ്ലിങ്ങൾ. ഇങ്ങനെ 3 കൂട്ടരെയാണ് ആഭ്യന്തര ശത്രുക്കളായിട്ട് ഗോൾവാക്കർ വിചാരധാരയിൽ വ്യക്തമാക്കുന്നത്. അവരെ ആക്രമിക്കുക, അവരെ ഇല്ലാതാക്കുക, ഉന്മൂലനം ചെയ്യുക, രാജ്യത്ത് നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്നു വരുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഛത്തീസ്ഗഡിൽ നടന്ന ആക്രമണത്തെ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ടൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടക്കുന്ന പരമ്പരകളുടെ അവസാനത്തെ ഒരു ഏട് എന്ന രീതിയിലാണ് ഞാൻ ഈ ആക്രമണത്തെ കാണുന്നത്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ ന്യൂനപക്ഷങ്ങൾ, ഈ കാര്യത്തിൽ ക്രിസ്ത്യാനികൾ, ക്രിസ്തു സഭകൾ, സഭാ നേതാക്കൾ ഈ വിഷയത്തെ കാണണം എന്ന് തന്നെയാണ് എൻ്റെ വിചാരം.